വെൽക്കം ടു ട്രൈഡ്രൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ നമ്മൾ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഏറെക്കുറെ ഈ ലെവലിലൊക്കെ ആയിരുന്നു മാർക്കറ്റ് നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഒരു പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു. വീണ്ടും ആ ലെവലിലേക്ക്, ഈ ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലായിരുന്നു, ആ ലെവലിലേക്ക് വന്നതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങി വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഏരിയാസിലേക്കൊക്കെ മാർക്കറ്റ് കൃത്യമായി ഇറങ്ങി അതെല്ലാം ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇന്നലത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ബിറ്റ് കോയിന്റെ ഇതാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. വൺ ഡേ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അതിന് കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലേക്ക് ഇന്നും ഒരു ബെയറിഷ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് കുറച്ച് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോയാൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ്. അവിടെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട രണ്ട് ലെവലുകൾ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. നമ്പറിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ റെസിസ്റ്റൻസ് ഏരിയയിൽ 110471, അതുപോലെ 109776. അതിന്റെ താഴെയുള്ള റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രൈസ് 108723, അതുപോലെ 108098. അതിന്റെ താഴെയുള്ള റെസിസ്റ്റൻസ് ഏരിയ 107280 ആൻഡ് 106671. അതിന്റെ താഴെയുള്ള റെസിസ്റ്റൻസ് ഏരിയ 105741, അതുപോലെ 105110. ഇനി ഒരു സപ്പോർട്ട് ഏരിയനെയാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് നിൽക്കുന്ന തൊട്ടടുത്തുള്ള സപ്പോർട്ട് ഏരിയ ആണ് 102662 ആൻഡ് 102149, അതുപോലെ 101620, അതുപോലെ 100466. അടുത്തത് 99872, 98702, അടുത്തത് 97852, അടുത്തത് 96633. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് നോക്കിയാൽ കാണാം ഒരു താഴോട്ടേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് തന്നെയാണ്. ഇനി അപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരുപക്ഷെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ചെറിയ മൂവ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ ആവാം. എന്തായാലും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് ഏരിയകൾ ഇത് അടുത്തടുത്തുള്ള ഈ രണ്ട് ഏരിയകളാണ്. ഇവിടെ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ വരികയാണെങ്കിൽ കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് 50 മിനിറ്റ്സിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടാം. ഒരുപക്ഷെ അവിടേക്ക് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. ഈ ലെവല് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വരാം, അല്ലെങ്കിൽ കുറച്ചു നേരം ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്ത് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വരാം. അപ്പൊ ഇങ്ങനെയും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് സോണുകൾ മാർക്ക് ചെയ്താൽ താഴോട്ടേക്ക് എല്ലാം സെൽ എൻട്രി തന്നെയാണ്. അവിടേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടുത്തടുത്താണ് സപ്പോർട്ട് സോണുകൾ. അപ്പോൾ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ചെറിയൊരു റീടെസ്റ്റ് വന്ന് വീണ്ടും താഴോട്ടേക്ക് നല്ലൊരു കൺഫർമേഷനോട് കൂടിയിട്ട് നമുക്ക് സെൽ എൻട്രി എടുക്കാം.
അപ്പൊ ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഇതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാർക്ക് ചെയ്ത ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.